തിരുവനന്തപുരം കോവളത്ത് സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച സൺബാത്ത് പാർക്ക് വർഷങ്ങളായി വെറുതെ കിടന്ന് നശിക്കുകയാണ്. പാർക്ക് നടത്തിപ്പിന് ആരും മുന്നോട്ട് വരാതെയായതോടെയാണ് ടൂറിസം വകുപ്പ് പാർക്ക് കൈയൊഴിഞ്ഞിരിക്കുന്നത്. 2017 പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. ആഭ്യന്തര അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് സർക്കാർ 7 കോടി രൂപയോളം മുടക്കി ഒരു പാർക്ക് പണിയുന്നു. പണി പൂർത്തിയായി പ്രവർത്തന സജ്ജമായിട്ടും കോവളത്തെ സൺബാത്ത് പാർക്ക് വെറുതെ കിടന്ന് നശിക്കുകയാണ്. ഓരോ ദിവസം കഴിയുംതോറും പാർക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവളത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആയുർവേദ ചികിത്സ, സൂര്യസ്നാനം തുടങ്ങി അനേകം സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് 10 വർഷം മുൻപ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2016 നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമായിട്ടും പാർക്ക് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. രാജഭരണകാലത്ത് അന്നത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന കുളം ഉൾപ്പെടെ നാശത്തിന്റെ വക്കിലാണ്. കുളം പായൽ നിറഞ്ഞ അവസ്ഥയിലാണ്. കെട്ടിടങ്ങൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ് കാട് കയറിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരും പാർക്ക് താവളമാക്കിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയിട്ട് 7-8 വർഷമായി സൺബാത്ത് പണി ചെയ്തിട്ടിട്ട് ഇതിനെപ്പറ്റി സർക്കാർ പറഞ്ഞാൽ ഇത് കൊട്ടേഷൻ കൊടുക്കാൻ പോണ്. ഇവിടെ കിടന്ന കുത്തക മുതലാളിമാരെല്ലാം വന്ന് നോക്കിയിട്ട് ഇതിന് ഒരു തീരുമാനമാവുന്നില്ല. ഇപ്പോൾ ഇത് ചുമ്മാ അടച്ചു പൂട്ടി അവിടെ കാടും കയറി പാമ്പും കയറി കിടക്കുകയാണ്. ഇതിനാർക്കും ഒരു തീരുമാനമില്ല. ഇവിടെ നാട്ടുകാർക്ക് പോലും ഇത് ആരും പറയാവുന്നില്ല. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ആരുടെ പറയാൻ, ഇവിടെ ആരടുത്തും പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പാർക്ക് നിർമ്മിച്ചത്. പിന്നീട് ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു. സഞ്ചാരികൾക്ക് ആയുർവേദ മസാജ്, അതിനുശേഷം കടലിലോ കുളത്തിലോ കുളി എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. പക്ഷേ ഒന്നും നടന്നില്ല. ഇവിടുത്തെ പൂന്തോട്ടവും പുൽത്തകിടിയും നശിച്ച് കുറ്റിക്കാടായി. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾക്ക് ശേഷം നവീകരണം നടത്തിയെങ്കിലും സഞ്ചാരികളെ എത്തിക്കാൻ ടൂറിസം വകുപ്പ് താൽപ്പര്യം കാണിച്ചില്ല. റെസ്റ്റോറൻ്റ് ആക്കാനുള്ള ശ്രമവും പാളി. ഓരോ ദിവസം കഴിയുംതോറും കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവളം പോലൊരു വിനോദസഞ്ചാര മേഖലയിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. പണം ഇങ്ങനെ വെറുതെ കളഞ്ഞിട്ട് സർക്കാർ എന്തിനാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത്? ഇത്തരത്തിൽ വെറുതെ കിടന്ന് നശിക്കുന്ന അനേകം പാർക്കുകൾ കേരളത്തിലുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചതല്ലാതെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ട നടപടികളൊന്നും ടൂറിസം വകുപ്പ് ചെയ്തില്ല എന്നാണ് ആരോപണം. റെസ്റ്റോറൻ്റാക്കി മാറ്റിയിരുന്നെങ്കിൽ കെട്ടിടം ഈ വിധം നശിക്കില്ലായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക്. 7 കോടി രൂപ സമ്പാദ്യം ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും ആർക്കും ഒരു ഉപയോഗമില്ല. ഇന്നും പൂട്ടിക്കെട്ടി ഒരു സെക്യൂരിറ്റി ഇട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ആർക്കാണ് ഇതിൻ്റെ ഗുണമുള്ളത്? ആ പൈസ കൊണ്ട് ഇവിടെ 2 ബാത്റൂം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്കത് നല്ല ബോധ്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയേനെ. എന്നും നിലയൊന്നുമല്ല, ഇതൊക്കെ എന്നും ഇത് തന്നെ റിപ്പയർ ചെയ്യും. പിന്നെ ഇത് ആവശ്യതലേ കിടക്കും, പിന്നെ അവർ പണി ചെയ്യും. ഇത് വെറുതെ കാശ് ചിലവാക്കി സർക്കാർ അവിടെ ഇവിടെ ഓരോരോ സ്ഥാപനങ്ങൾ കെട്ടിയിട്ടിട്ട് പിന്നെ അത് ഉപയോഗമില്ലാതെ പ്രത്യേകിച്ചും കിട്ടിയിരിക്കും. ചെയ്യേണ്ടത് സർക്കാരാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അവരാരൊന്നും ചെയ്യാറുമില്ല. പിന്നെ ചെയ്യുന്നുവെങ്കിൽ അത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.